ഹായ്, ഇന്ന് ഒരു വ്ളോഗാണ്. ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ശിവൻ്റെ അമ്പലത്തിലാണ് പോണേ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ അത് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയും രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ നല്ല പോലെ വീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ വീറുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണല്ലേ. ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോട്ടാ. തീരെ ഇങ്ങനെ സ്പോഞ്ച് പോലെ അല്ലാണ്ട് തീരെ ഭയങ്കര കനത്തിൽ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റാവും തോന്നുന്നുണ്ട് ഇഡ്ഡലിയൊക്കെ അങ്ങനെ മാവൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇനി ചമ്മന്തി അരയ്ക്കണം. പിന്നെ 8 മണിക്ക് നമ്മുടെ ഓട്ടോ വരും. അതിനേക്കാളും മുന്നേ പാറൂസിനെയും കുഞ്ഞുവിനെയൊക്കെ ഏൽപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം ഇപ്പോൾ കൊടുക്കില്ല. അമ്പലത്തിൽ പോയി വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. ദൂരെ പോണ അമ്പലത്തിലേക്കൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞേക്കാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ തൊഴുത് അപ്പം തന്നെ ഇങ്ങോട്ട് പോരുമല്ലോ. അപ്പോൾ ഫുഡൊക്കെ ആക്കി വെച്ചതിന് ശേഷം അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ അടുത്തത് ഞാൻ ചമ്മന്തിക്കാണ് അരയ്ക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി പിന്നെ അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. പിന്നെ സവോള ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുത്ത് അധികമൊന്നും വഴറ്റണ്ട കേട്ടോ. കുറച്ച് വഴറ്റിയാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ചമ്മന്തി അല്ല, വേറെ ആയിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇതാ തക്കാളി ഒരു തക്കാളി അരിഞ്ഞിട്ട് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് കൂട്ടി ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ. സാമ്പാറോ വേറെ ചട്നിയോ ഒന്നും വേണ്ട. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞിട്ട് ഇതും അധികം വഴറ്റൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ആ സ്കിന്നിൻ്റെ ഇതൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്കതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം എന്നിട്ട് അതും അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ അതും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തേ. അതിന് ശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിയില അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ആ തണ്ടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് അരയ്ക്കാനുള്ളതാണേ. അപ്പോൾ അതിന് ശേഷം ഇത്തിരി നാളികേരം ചിരകിയതും കൂടെ, അധികം വേണ്ട, കുറച്ച് മതിയിട്ടാ, അതും കൂടെ ഇട്ട് കൊടുത്ത്. കുറേ നാളികേരം ആകുമ്പോൾ നാളികേരത്തിൻ്റെ തന്നെ ഒരു കൊഴുപ്പും പിന്നെ ഒരു കുത്തൊക്കെ വരും. പക്ഷേ കുറച്ച് മതിയിട്ടാ നാളികേരം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഇനി ഇത് കഴിക്കണ നേരത്ത് മാത്രമേ അരയ്ക്കുള്ളൂ കേട്ടോ. ഇത് അരയ്ക്കുക, അപ്പം തന്നെ എടുത്ത് കഴിക്കുക. ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് മാറും. പക്ഷേ ഇത് അരച്ച അപ്പം തന്നെ ഇഡ്ഡലിയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇനി അമ്പലത്തിൽ നിന്ന് വന്നിട്ടേ ഇനി അത് അരയ്ക്കുള്ളൂ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടിയാണ്. സിറ്റ് ഔട്ട് ഒന്ന് അടിച്ച് വാരി തുടയ്ക്കണം. പിന്നെ നമ്മുടെ ഹാളും കൂടെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കണം കേട്ടോ. ബാക്കിയുള്ളവിടെ ഞാനൊന്ന് അടിച്ച് വാരി ഇടേയുള്ളൂ കേട്ടോ. ഇനി ഇപ്പോൾ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. വിളക്ക് വെക്കണ കാരണം അവിടെ ഒന്ന് തുടച്ചിടുന്നതാണേ. രാവിലെ തന്നെ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ അടിച്ചു വാരൽ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇഡ്ഡലിയൊക്കെ വെന്തോ നോക്കിയപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ കാസറോളിലേക്ക് എടുത്ത് മാറ്റിയേ വേണ്ടൂ. ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ ശരിയായി. ഇനി അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ചായ വയ്ക്കേ വേണ്ടൂ. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണനൊക്കെ വിളക്ക് വെച്ച് അങ്ങനെ എൻ്റെ വീട്ടിലെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാറൂസ് ഒക്കെ നേരത്തെ എണീറ്റ് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാറൂസിനെ. അപ്പോൾ പാറൂസൊക്കെ തന്നെ മേക്കപ്പൊക്കെ ചെയ്തു. പക്ഷേ മുടി കെട്ടാൻ മാത്രം ആൾക്ക് അത്ര ശരിയായിട്ടില്ല കേട്ടോ. എന്നിട്ട് എന്നോട് പിണങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പിണക്കൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ പിന്നെ രണ്ടാമതൊക്കെ അഴിച്ച് കെട്ടി കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനും അവളും കൂടെ ഒരു അടിപിടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വക കാട്ടായങ്ങളൊക്കെ.
അങ്ങനെ ഞങ്ങൾ യാത്രയായിട്ട് ഓട്ടോയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഓട്ടോക്കാരനെ കാണാനില്ല, കുറച്ച് വൈകി. ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരമായി കാത്തു നിൽക്കണം. എനിക്ക് വയ്യാണ്ടായിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഇരിക്കാൻ നോക്കാം. പാറൂസ് എന്താണാവോ സ്കൂളിലേക്ക് കുറേ നേരമായിട്ട് അങ്ങനെ നോക്കി നിൽക്കണം. അവിടുത്തെ പൂക്കളും ഒക്കെ ഒന്ന് കണ്ട് നിൽക്കാൻ തോന്നുന്നുണ്ട്. അവൾക്ക് പൂക്കളിനോടൊക്കെ കുറച്ചധികം പ്രിയമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയൊക്കെ വന്ന് അമ്പലത്തെ കയറാൻ നോക്കുകയാണേ. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കുക. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ. എന്നിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുകയാണേ. അങ്ങനെ ചായയൊക്കെ വെക്കുക. ചായ ഞാൻ നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഓണം കഴിഞ്ഞ പിന്നെ ചായ കുടിയൊക്കെ വീണ്ടും ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ഡയറ്റൊക്കെ തെറ്റി കിടക്കുകയാണ്. ഇനി ചായ കുടിയൊക്കെ നിർത്തണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം അടുത്തത് ബീഫാണ് ഇന്ന് കറി ഉച്ചക്കലത്തെ. അപ്പോൾ ബീഫ് അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 2-3 വട്ടമൊക്കെ ഇങ്ങനെ കഴുകി എടുത്തിട്ട് നമ്മളത് വിനാഗിരിയൊക്കെ ചേർത്ത് വീണ്ടും കഴുകി. ഇനി കഴുകിയെടുത്ത ബീഫിലേക്ക് നമ്മൾ മസാല പുരട്ടി വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ചധികം കുരുമുളക് അതും കൂടെ ഇട്ടിട്ട് മിക്സിയിലൊക്കെ ഒന്ന് നന്നായി അരച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ 2-3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പ് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് സോയ സോസും കൂടെ ഒഴിക്കണ്ടേ. അതും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ആക്കണേ. ആ ബീഫിൽ എല്ലാവിടെയും പിടിക്കേണ്ട രീതിയിൽ നല്ല പോലെ തന്നെ അത് അങ്ങനെ കുഴച്ച് ഏകദേശം 2 മിനിറ്റ് നേരം ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഒരു ഏകദേശം അരമണിക്കൂറോളം ഇത് ഇങ്ങനെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ അതിലേക്ക് നല്ലപോലെ ഈ മുളകും ഉപ്പും ഒക്കെ നന്നായി പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാം. അതിനിടയ്ക്ക് അമ്മ വീട്ടിൽ നിന്ന് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നേ. കുഞ്ഞുഞ്ഞും പാറൂസിന് കുറേ നാളായിട്ടാ ഷെയ്ക്കൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അവർക്ക് ഈ മറ്റേ സ്മൂത്തിയാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. അതും ഓട്സൊക്കെ ഇട്ട് അടിച്ചിട്ട് ചത്തി വിചാരിച്ച് അമ്മ അടിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഉണ്ടാക്കണതാണ് ഓട്സ് ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഓട്സ് അധികം കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് കഴിക്കണ കാരണം അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഷെയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ഇതിൽ മുക്കിയിട്ട് ടീസ്പൂൺ അങ്ങനെ തന്നെ കുടഞ്ഞ് വീണ്ടും ഇതാവുമ്പോൾ വെച്ച് അതിങ്ങനെ നളഞ്ഞിരിക്കാൻ കേട്ടോ, കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഗീ റൈസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാനിന്ന് കിറ്റാണ് കേട്ടോ മേടിച്ച, ബിരിയാണിയുടെ കിറ്റാണ്. പക്ഷേ ബിരിയാണി അല്ല കേട്ടോ ഉണ്ടാക്കണേ, ഗീ റൈസാണ് എളുപ്പം. എനിക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വഴറ്റാനും അതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അതിന് വേണ്ടിയിട്ട് ആ പാക്കറ്റിലുള്ള 6 kg നെയ്യായിരുന്നു. അപ്പോൾ അതെടുത്തു. അതിൽ തന്നെ ഡാൽഡ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡാൽഡ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തേ. അതിനുശേഷം ആ പാക്കറ്റിലുണ്ടായിരുന്ന സ്പൈസസ് തന്നെ ഇട്ട് കൊടുത്ത്. പിന്നെ എൻ്റെ വക 2-3 ഏലക്കായ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ എക്സ്ട്രാ ഞാൻ ഇട്ട് കൊടുത്ത്. ഏലക്കായ അതിൽ കുറവായിരുന്നു കേട്ടോ. എനിക്ക് ഏലക്കായൊക്കെ കുറച്ചധികം അതിൻ്റെ സ്മെല്ലൊക്കെ കുറച്ച് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ എൻ്റെ വക 3 ഏലക്കായ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ മുന്തിരി ഉണ്ടായിരുന്നു. മുന്തിരി 2 അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തേ. എന്നിട്ട് സാധാരണ പോലെ തന്നെ സവോള ഇട്ടു. സവോളയും വഴറ്റി നന്നായി ഇങ്ങനെ വഴറ്റിയെടുത്തേ. അതിന് ശേഷം അതിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ്. അതും വഴറ്റിയെടുത്തേ. നല്ല പോലെ ഒന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുത്ത് അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയും നന്നായിട്ടല്ല ചെറുതായിട്ട് വഴറ്റിയെടുത്ത്. ഇനി അരിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ കഴുകി വാറ്റ വെച്ചിട്ടുള്ള അരിയാണ്. 4 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു ആ കിറ്റിൽ. അപ്പോൾ ആ 4 ഗ്ലാസ് അരി തന്നെ ഞാൻ കഴുകി വാറ്റ വെച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ഈ അരി അധികം ഞാൻ ഫ്രൈ ആക്കണില്ല, ചെറുതായിട്ടൊന്ന് അരി ഒന്ന് ചൂടാവണ ആ വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ്.
അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തേ. 9 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 8 ഗ്ലാസ് വേണ്ടു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട്, പക്ഷേ 1 ഗ്ലാസ് എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിയിൽ വേഗം വെള്ളം ഇപ്പോൾ വറ്റുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ 1 ഗ്ലാസ് എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതിന് ശേഷം നിറയെ ഉപ്പിട്ട് കൊടുത്തേ. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കണമല്ലോ. പിന്നെ 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത്, അത് അരിയൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തേ. സാധാരണ പാലിന് പകരം ചെറുനാരങ്ങ ഒഴിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ചെറുനാരങ്ങ ഒഴിവാക്കിയിട്ട് പാലാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് അത് ഒന്ന് അടച്ച് വെച്ച് അത് വേവണം വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഇതാ ബീഫിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയൽ സവാള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കലാണ് കേട്ടോ പണി. അപ്പം എന്നെ സഹായിക്കാനായിട്ട് അമ്മ വന്നിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇന്ന് ബീഫിൽ നാളികേരം കുത്തും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ നാളികേരം കുത്തിട്ടിട്ട് ബീഫ് വയ്ക്കാൻ. പിന്നെ കൂർക്കി ഇട്ടിട്ട് വയ്ക്കും കേട്ടോ. അത് പ്രത്യേക ടേസ്റ്റാണ്. കൂർക്ക് കിട്ടുന്ന സമയത്ത് കൂർക്കി ഇട്ടിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ കൂർക്കില്ലാത്ത കാരണം നാളികേരം കുത്തിട്ടു. നാളികേരം കുത്ത് നിറയെ ഇടും കേട്ടോ. കുഞ്ഞുഞ്ഞിനൊന്നും അത്ര ഇഷ്ടമല്ല നാളികേരം കുത്ത്. ആശാൻ അത് പറക്കി സൈഡിലേക്കൊക്കെ വയ്ക്കും. പാറൂസിന് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഇഷ്ടമായി. കാരണം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ബീഫൊക്കെ വാങ്ങുമ്പോൾ ഇടാറ്. പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഡ്ഡലി തട്ടൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നേ. അതൊന്ന് കുതിർന്ന് അത് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഫ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7-8 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെന്തോ നോക്കിയപ്പം അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേറെ വെക്കൊന്നും വേണ്ട. ഇനി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പീസൊക്കെ അടർന്ന് ആകെ കുഴഞ്ഞു പോവും. അടുത്തത് ഞാൻ അത് ഒന്ന് കറിയാക്കാൻ നോക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളി വെച്ച് അതിൽ ഓയിലാണ് കേട്ടോ ഒഴിക്കണേ. ഓയിലൊഴിച്ച് പിന്നെ കുറച്ചധികം ഉള്ളി ഉണ്ട് കേട്ടോ. ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തേ. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു. അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് അധികം വേണ്ടാത്ത കാരണം കുറേ പച്ചമുളക് അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. മുളക് പൊടി ഉപയോഗിക്കും, പക്ഷേ കുരുമുളകിൻ്റെയാണ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴാണ് എനിക്കിഷ്ടം കേട്ടോ. അങ്ങനെ സവോള വഴറ്റി അപ്പോഴേക്കിതേ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നെയ്യെടുത്ത് അത് ആ കിറ്റിൽ അണ്ടിപ്പരിപ്പൊന്നും അത്ര പോരാ. അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടെ നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ബിരിയാണിയിലെ ഗീ റൈസിനെ കുറച്ചും കൂടെ ടേസ്റ്റി ആക്കണേ. ഈ നെയ്യും അണ്ടിപ്പരിപ്പും മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി സവോളയൊന്നും വഴറ്റി ഇട്ടിട്ടില്ല. ഇത് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം വയ്ക്കും കേട്ടോ. അതിൻ്റെയൊക്കെ നെയ്യുടെയൊക്കെ സ്മെല്ല് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇവിടെ സവാളയൊക്കെ വഴറ്റിയെടുത്തേ. അതിന് ശേഷം 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തേ. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നത് എവിടെയാണ് പോയിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വീഡിയോ കാണാനില്ല ആ ക്ലിപ്പ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി പച്ചമണം സാധാരണ പോലെ വെക്കണ പോലെ തന്നെ കേട്ടോ. വേറെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. എന്നിട്ട് അതിൽ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തേ. പച്ചമണം മാറുന്ന വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തു. അല്ലെങ്കിൽ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലാവണം ഈ മസാലക്കറികളൊക്കെ വെക്കുമ്പോൾ. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കുത്ത് എടുക്കേ. ശരിക്കും ഇങ്ങനെ ആ ഗ്രേവിക്ക് നല്ല പോലെ
ഇതേപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. എന്നാലേ നമ്മൾ കറക്റ്റ് ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ തക്കാളിയൊക്കെ കുറേ നേരം എടുത്ത് വഴറ്റി, പിന്നെ ഒരു കാര്യം മറന്നുപോയി, നാളികേരം കൊത്ത് ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ. ബീഫ് വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുത്തു കേട്ടോ. ഇത്രയ്ക്കധികം അങ്ങോട്ട് വെള്ളം വേണ്ട. അത് കാരണമാണ് ഞാൻ വെള്ളം കുറച്ച് വറ്റിച്ചെടുത്ത് ആദ്യമേ തന്നെ. അല്ലെങ്കിൽ ബീഫ് ഇട്ടിട്ട് വെള്ളം വറ്റിക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ഗ്രേവിയോട് കൂടി ഇങ്ങനെ കുറുതായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടാണ്. അതിന് ശേഷമാണ് ബീഫ് ഇട്ട് കൊടുത്തത്. ഇനി കുക്കറൊക്കെ കഴുകണമെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ തിളപ്പിച്ച്, ഇനി കുറേ പണിയുണ്ട്. ശരിക്കും ഈ പാത്രങ്ങളൊക്കെ ഇനി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകണ്ടേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ മടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നല്ല പണി അല്ലേ. ഇനി ബീഫിൻ്റെയൊക്കെ നെയ്യ് ഭയങ്കര നെയ്യല്ല. ചിക്കനാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഈ മറ്റേ ചാരമൊക്കെ ഇട്ടിട്ട് ഉരുളിയൊക്കെ കഴുകുമ്പോൾ, കുക്കറൊക്കെ കഴുകുമ്പോൾ പെട്ടെന്ന് എണ്ണമയം പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാവും. പക്ഷേ അതൊക്കെ ചെയ്യണ്ടേന്ന് ആലോചിക്കുമ്പോൾ ബീഫ് വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ബീഫ് വെക്കണത്. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു. ഇനിയിപ്പോൾ അത് ഒന്ന് കുറുതായി ഇങ്ങോട്ട് കിട്ടണം. അങ്ങനെ തീയിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടാണ് ഇതിലേക്ക് ഇങ്ങോട്ട് കിടക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കണുണ്ടേ. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ റൈസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ബീഫിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തേ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി എല്ലാവിടെയും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ വെക്കുക. ഈ മസാലയും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടാ. ഈ മീറ്റ് മസാല ഇട്ടതിന് ശേഷം വീണ്ടും ഗരം മസാലയൊന്നും ഇടണ്ട. ഇതന്നെ ധാരാളം. അപ്പോൾ ഇത്ര തന്നെയാകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്ത് ഇനി അതൊന്ന് ഇളക്കിയിട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. എൻ്റെ കാലൊക്കെ കഴിച്ച് ഒരുവിധമായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇതൊന്ന് ഇളക്കി ഞാൻ മൂടി വയ്ക്കട്ടെ. അങ്ങനെ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണെ. പപ്പടം, തൈര്, പിന്നെ ബീഫ്, പിന്നെ നമ്മുടെ റൈസ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു, അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിട്ട് ഈ നെയ്ച്ചോറും ബീഫ് കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു. ഈ നല്ല ചൂട്ടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയും ഗീ റൈസും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ചാച്ചാ, ബൈ ബൈ, സീ യു.